ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റിയൽമി 11X 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ റിയൽമി 11X 5Gയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 13,000-14,000 രൂപയ്ക്കാണ് വരുന്നത്. ഓഫർ സമയത്ത് അതിലും കുറഞ്ഞ് കിട്ടാറുണ്ട്. പിന്നെ റിയൽമി ഫോണാണ്, ഓൺലൈൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറഞ്ഞും കൂടി നിൽക്കും. എന്നാലും ഒരു ആവറേജ് ഒരു 13,000 രൂപ പ്രൈസുള്ള ഫോൺ നിരക്കി നോക്കുമ്പോൾ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഫോണാണ്. കാരണം കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ് ഈ ബിലോ 15K എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഇതെന്ന് പറയാം. കാരണം റിയൽമി ഫോണാണ്, ഒരു 2-3 കൊല്ലമൊക്കെ അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാം. കംപ്ലൈൻറ്റുകളോ മദർ ബോർഡ് ഇഷ്യൂസ് ഒന്നും വരില്ല. കാര്യമായിട്ട് ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഹെവി ആയിട്ടൊന്നും ഫോൺ യൂസേജ് ചെയ്യാത്തവരാണ്, നല്ല സ്റ്റോറേജ് ഒക്കെ മതി, ഒരു 5G ഫോൺ വേണം, നല്ല ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയ മോഡലാണ് റിയൽമി 11X 5G. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. പെട്ടി സാധാരണ വരുന്ന പോലുള്ള റിയൽമിയുടെ ഒരു ബോക്സിന് വരുന്നത് ഇത് ഞാൻ നല്ല ഭംഗിയിലൊന്നും അൺബോക്സിങ് ചെയ്ത് കാണിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാമെന്ന് മാത്രം. അപ്പോൾ ബോക്സിൻ്റെ കൂടെ ബാക്ക് സൈഡിലായിട്ട് 5G ഫോണാണ്, 6nm പ്രോസർ ഉണ്ട്, 6nm പ്രോസറാണ് വരുന്നത്. പിന്നെ അതുപോലെ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജ്, 5000 mAh ബാറ്ററി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ MRP ഡീറ്റെയിൽസ്, ഫോണിൻ്റെ ബോക്സിലൂടെ എന്തൊക്കെ കിട്ടുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മാനുഫാക്ചർഡ് ബൈ ഓപ്പോ മൊബൈൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോൻ്റെ ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ബോക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബെസ്റ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് അറിയാം, സാധാരണ കിട്ടുന്ന പോലെ തന്നെ ഒരു ചാർജർ ഉണ്ടാവും, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ടാവും, പിന്നെ ഒരു ബാക്ക് പോച്ച് ഉണ്ടാവും, പിന്നെ അതിൻ്റെ മറ്റേ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവും. വേറെ ഒന്നും അതിനകത്ത് കിട്ടില്ല. അത് തന്നെ ഉണ്ടല്ലോ ഫോണിനകത്ത്. അപ്പോൾ വേറെ അൺബോക്സ് ചെയ്തിട്ടൊന്നും കാണിച്ചേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള ഫോണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇതാണ് റിയൽമി 11X 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ബ്ലൂ കളറും വരുന്നുണ്ട്. എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടമായത്. നല്ല ഭംഗിയുണ്ട് ഫോൺ കാണാൻ. അതിൽ ഒറ്റ നോട്ടത്തിൽ ബാക്ക് പോച്ച് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. 2 ക്യാമറകൾ വരുന്നുണ്ട്. 64 മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ബാക്ക് സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അപ്പോൾ കയ്യിനകത്തുള്ള അഴുക്കുകളോ ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്നില്ല. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഡിസൈനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നന്നായിട്ട്, കുറച്ച് വലിയൊരു ക്യാമറ ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ സൈഡ് കുറച്ച് സൈഡിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്ക് പോച്ച് വാങ്ങിച്ചിടുക, ഇല്ലെങ്കിൽ സ്ക്രാച്ച് ആവും, ക്യാമറയുടെ പണിക്കൂട്ടും തീരും. പിന്നെ ഇത് ഇത്ര വില കുറഞ്ഞ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ വീഴ്ച കൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യാമറ ഗ്ലാസൊക്കെ വേറെ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെ റിയൽമിയുടെ ലോഗോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ നല്ല ബോക്സി ഡിസൈനാണ് വരുന്നത്. എന്തായാലും ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടമായി. സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ, മൈക്രോഫോണിൻ്റെ ഹോള്, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ ഡിസൈൻ ഭാഗത്ത് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. സൈഡിലാണ് സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ കൊള്ളാം. പിന്നെ കൈനകത്ത് അത്യാവശ്യം ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. വലിയ ഓവറായിട്ടുള്ള സൈസൊന്നും ഇല്ല, കൈനകത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഭയങ്കര ഓവറായിട്ടുള്ള വലിപ്പമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഈ ഫോൺ ഓൺ ആകുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 5 ഹോൾ ക്യാമറയ്ക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പഴയ ഒരു ലുക്ക് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ സ്മൂത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഈ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോശമായിട്ടുള്ള ആപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4-5 ആപ്പൊക്കെ കാണുന്നുള്ളൂ. സാധാരണ റിയൽമിയുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിനകത്തൊക്കെ 10-12 ആപ്ലിക്കേഷൻസ് കുത്തി നിറച്ച് വയ്ക്കാറുണ്ട്. ഇവിടെ അത് കാണുമ്പോൾ അതിന് വരുന്നില്ല. എന്തായാലും ആപ്സിൻ്റെ എണ്ണം കുറച്ചുണ്ട്. ഒരു 4-5 ആപ്പ് മാക്സിമം അത്ര ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ഗൂഗിളിൻ്റെയും റിയൽമിയുടേതായ ആപ്ലിക്കേഷൻസ് ആണ്. അതെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് കയറി അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോണിൻ്റെ പേര് റിയൽമി 11X 5G എന്ന മോഡലിൽ വരുന്നുണ്ട്. റിയൽമി UI 4.0 ആ ഒരു വേർഷൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. Dimensity 6100 എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സറാണ്. ഒരു ആവറേജ് പെർഫോമൻസ് അത്ര പറയാനുള്ളൂ. ഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു ആവറേജ് പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സറാണ് Dimensity 6100. 5000 mAh ബാറ്ററി. നമ്മൾ എടുത്തിട്ടുള്ളത് 6GB RAM ആണോ. 6GB RAM 128GB ആണ് വരുന്നത്. പിന്നെ എക്സ്റ്റൻഡ് റാം എന്ന് പറഞ്ഞാൽ മറ്റേ വെർച്വൽ റാം ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫ്രണ്ട് ക്യാമറ 8 MP ആണ് വരുന്നത്. ബാക്ക് ക്യാമറ 64 MP വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 64 മെഗാ പിക്സൽ എന്നൊരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഗംഭീര ക്യാമറ എന്ന് വിചാരിക്കരുത്. കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആണ് കിട്ടുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊബൈലാണ്. സ്റ്റോറേജ് 128GB വരുന്നുണ്ട്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജും
നല്ലൊരു 5G ഫോണാണ്. സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് നോക്കിയാലും റിയൽമി യു ഐ എന്ന് പറയുന്നത് വലിയ കുഴപ്പമുള്ള യു ഐ ഒന്നല്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറഞ്ഞ് ക്യാമറയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ 64 MB ആണ് ഈ ഫോണിന്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ച് ക്യാമറ സാമ്പിൾ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ 64 MB ആണ്. ലോ ലൈറ്റിനായത്തായാലും വെളിച്ചം കുറഞ്ഞ ഭാഗത്തായാലും ഒക്കെ നല്ല ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. പിന്നെ റിയൽമിയുടെ ഫോണാണ്. അപ്പോൾ പിന്നെ റിയൽമി ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഒരു മിനിമം ഒരു ഗ്യാരണ്ടി ഫോട്ടോസ് എന്തായാലും കിട്ടും ക്യാമറയുടെ ഭാഗത്ത് നിന്ന്. സെൽഫി നോക്കുമ്പോൾ സെൽഫിയും നന്നായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സെൽഫി കിട്ടുന്നുണ്ട്. സൂം ചെയ്യുമ്പോഴൊന്നും അതിന് ക്വാളിറ്റി പോകുന്നില്ല. എത്രയാണെങ്കിൽ കൂടി നല്ലൊരു സെൽഫി കിട്ടുന്ന ഒരു ഫോണായിട്ട് എനിക്ക് പരിഗണിക്കാൻ പറ്റിയ മോഡലാണോ. അല്ല 8 മെഗാ പിക്സൽ ആണെങ്കിൽ കൂടി എനിക്ക് നല്ലൊരു സെൽഫി എനിക്ക് ഫീൽ ചെയ്തു. ഇത് പ്രൈസ് റേഞ്ചിന് വിവോ T2X ഒക്കെ വരുന്നത്. എനിക്ക് അതിനേക്കാൾ നല്ലൊരു ക്യാമറ ആണ് ഇതിനകത്ത് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ക്യാമറ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിനകത്ത് നല്ലൊരു റിയൽമിയുടെ ഭാഗത്ത് നല്ലൊരു ക്യാമറ ഫോൺ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD വീഡിയോസ്, അതായത് 1080 30 FPS വീഡിയോസ് തന്നെ പറ്റുന്നുള്ളൂ. ഓവറായിട്ട് 4K റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ 1080 60 FPS അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പോർട്രേറ്റ് മോഡൊക്കെ നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ബ്ലറായിട്ട് കിട്ടുന്ന സൈലന്റ് നന്നായിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ നന്നായിട്ടുണ്ട്. ക്യാമറയും അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഒരു 12,000 13,000 പ്രൈസ് റേഞ്ചിനകത്ത് ഇത് നല്ലൊരു ഡീലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ടൈപ്പ് സി ആണ് വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 13,000 രൂപയ്ക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് കേട്ടോ. നല്ല ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയും, എന്താ പറയുക, നല്ല നല്ല ഡിസ്പ്ലേയും നല്ല ക്യാമറയും 5G ഒക്കെ ഇനബിൾഡ് ആയിട്ടുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ഒക്കെയുള്ള നല്ല ഭംഗിയും നല്ല ഡിസൈനൊക്കെയുള്ള റിയൽമി ഫോണാണ്. തീർച്ചയായിട്ടും ഒരു 2-3 കൊല്ലമൊക്കെ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാം. അതായത് ബൂട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി 11X എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.